തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചിരിക്കുന്നു. മുൻ KPCC അധ്യക്ഷനായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ലോസ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. 94 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കേരളം കണ്ട തന്നെ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ച കാലത്തൊക്കെ വലിയ രീതിയിൽ UDF-നെ മുന്നോട്ട് കൊണ്ടുപോയ നയിച്ചിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് ഇപ്പോൾ വിട പറയുന്നത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, അദ്ദേഹം ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായോ? അല്പസമയം മുമ്പാണ് മരണം സംഭവിക്കുന്നത്. ഏറെ നാളായി പ്രായത്തിൽ തുറന്ന വിദഗ്ധങ്ങളാൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയുണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് മരണം സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, പ്രായടുപ്പുള്ള നേതാവാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. KPCC പ്രസിഡന്റാണ്. 2 തവണ MLA ആയിട്ടുണ്ട്. 3 ടൈം രാജ്യസഭാംഗമായിട്ടുണ്ട്. അത്തരത്തിൽ ഒരേ സമയം പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയെ നയിക്കുക, അതോടൊപ്പം തന്നെ ഈ മന്ത്രി പദവി സർക്കാരിനെയും പ്രധാനപ്പെട്ട റോളുകളിലൊക്കെ നിൽക്കുക, MLA എന്ന നിലയിൽ വിദേശ പ്രകടനം കാഴ്ചവെക്കുന്ന നിലയിൽ തന്നെ അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരാളാണ്. ഇന്നത്തെ തലമുറയിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന തലമുറയിൽ മുതിർന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിലിരിക്കുകയും കോൺഗ്രസിനെ നയിക്കുകയും ചെയ്ത ചുമതലകളിലേക്കൊക്കെ വരികയും ചെയ്തു. ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ വരുന്ന തലമുറയെ കഴിഞ്ഞ തലമുറയിലെ പല നേതാക്കളെയും വാർത്തെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം. അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതിൽ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച തീരുമാനമായിട്ടില്ല. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് അവരെല്ലാം അന്തിമോപചാരമാക്കി മറ്റു ചടങ്ങുകളൊക്കെ. സിജോയിലേക്ക് വരാം. സിജോ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം. പലതവണ 2 തവണ അദ്ദേഹം MLA ആയിരുന്നിട്ടുണ്ട്. 3 തവണ രാജ്യസഭാ അംഗമായിട്ടുണ്ട്. KPCC പ്രസിഡന്റായിട്ടും 2 തവണ ഇരുന്നിട്ടുണ്ട്. ആ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നതാണ് അദ്ദേഹത്തിനെ നമുക്കറിയാം ആന്റണിയെയും K കരുണാകരനെയും ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചത്, ഇല്ലെങ്കിൽ അതിൽ അദ്ദേഹം എത്രത്തോളം ബാധിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. 2001 സമയത്ത് അന്ന് UDF അധികാരത്തിൽ വരുന്ന സമയത്ത് തെന്നലയായിരുന്നു KPCCയുടെ അധ്യക്ഷൻ. ആ സമയത്ത് എത്രത്തോളമാണ് അദ്ദേഹം UDF-ന് വേണ്ടി നിന്നിട്ടുള്ളതെന്നും അതിനുശേഷം ഏത് തരത്തിലാണ് പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നും അറിയാം. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഭിന്നതയുള്ള കാലത്ത് തെന്നലയെ പോലെ ഒരാളെ വീണ്ടും ഓർക്കേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോഗം അത് പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്.